Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാമാണ് നാളെ നടക്കാൻ പോകുന്നത്. മാനേജറിയൽ എക്കണോമിക്സ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുമാത്രമല്ല, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങൾ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യങ്ങൾ, ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലെ 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. സബ്ജക്റ്റ് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും പറ്റും. സോ നാളത്തെ എക്സാമിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് ആരംഭിക്കുന്നതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. പിടിച്ചോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മാനേജീരിയൽ ഇക്കണോമിക്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, അത് നോക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇമ്പോർട്ടൻസ്. സോ ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ 5 മാർക്കിൻ്റെ അല്ലേ പ്രതീക്ഷിക്കുന്നു. ദെൻ നെക്സ്റ്റ്, ആ സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെ റോൾ ഓഫ് മാനേജീരിയൽ ഇക്കണോമിസ്റ്റ്, 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ദെൻ സെയിം ചാപ്റ്ററിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം, പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. സോ ഈ കാര്യങ്ങളൊക്കെ മാറി മാറി വരുന്നതാണ്. ദെൻ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ ടൂൾസ് ഇൻ മാനേജറിയൽ എക്കണോമിക്സ്, അതും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരെണ്ണം പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ 3 സജഷൻ. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഞാൻ പറഞ്ഞു ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 4. അതിൽ നിന്ന് 2 ചോദ്യങ്ങൾ വരെ വരാറുള്ളതാണ്. അതിൽ ആദ്യത്തെ കോസസ് ഓഫ് ഇനീക്വാലിറ്റീസ്, അതുപോലെ തന്നെ ഒരു 5 ടോപ്പിക്കിൽ ഏതെങ്കിലും 1ഓ 2ഓ നമുക്ക് 5 മാർക്കിൻ്റെ ആയിട്ട് പ്രതീക്ഷിക്കാം. അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കോസസ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇതിലേതെങ്കിലും ഒരെണ്ണം SIക്കും അതുപോലെ തന്നെ 5 മാർക്കിൽ മാറി മാറി വരുന്നതാണ്. അതുപോലെ തന്നെ പോവേർട്ടിയുടെ, ദെൻ ബ്ലാക്ക് മണി, അല്ലെങ്കിൽ നമ്മൾ പറയും പാരലൽ ഇക്കോണമി, ബ്ലാക്ക് മണി, ദെൻ ഇൻഫ്ലേഷൻ, ഇതിലേതെങ്കിലും 2 എണ്ണം വരെ, മിനിമം ഒരെണ്ണം നമുക്ക് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം കേട്ടോ. then അതിൽ തന്നെയുള്ള മറ്റൊരു ടോപ്പിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്, റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ മാർക്കറ്റ് ഇക്കോണമി. ഇനി നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇക്കോണമിയുടെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ കേരള ഇക്കോണമിയുടെ ഫീച്ചേഴ്സ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി, കേരള ഇക്കോണമിയുടെ, അതുപോലെ തന്നെ അത് ലാസ്റ്റ് മൊഡ്യൂളിലാണ്, കേരള ഇക്കോണമി. ഇത് ഈസിയാണ്. ഈ 2 ടോപ്പിക്കും വളരെ എളുപ്പമാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റ് ഒരു ചോദ്യം. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ, WTO ബെനഫിറ്റ്സ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതിന് പറയും WTO ഇംപ്ലിക്കേഷൻസ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. നോക്കിയിരിക്കണം, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് 5 മാർക്കിൽ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളതാണ്, വൈ ഡിമാൻഡ്, സെക്കൻഡ് ചാപ്റ്റർ, കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അത് കണ്ടുവന്നിട്ടുണ്ട് പല പേപ്പറിലും.
ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 3 ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, മൊണോപ്പൊളി ഉണ്ട്, ഒളിഗോപ്പൊളി ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം, ദെൻ ഏതെങ്കിലും എണ്ണത്തിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അതാണ് നെക്സ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് monopolistic competition difference, അതൊരു ടോപ്പിക്ക്. അതുപോലെ തന്നെ നമുക്ക് മൊണോപ്പൊളിയുടെ ഫീച്ചേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യാം. മൊണോപ്പൊളി അതല്ലെങ്കിൽ ഒളിഗോപ്പൊളി, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഫീച്ചേഴ്സും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ 4-5 എണ്ണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, ഒളിഗോപ്പൊളി, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ റിലേറ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ നിർബന്ധമായും പഠിച്ചിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ലാസ്റ്റ് മൊഡ്യൂള്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ചോദ്യം, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് മൊഡ്യൂളിലുള്ള റോൾ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, SSIs in the economic growth of Kerala. മറ്റൊരു ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ദെൻ നെക്സ്റ്റ് ഒരു പേപ്പറിൽ കണ്ടിട്ടുണ്ട്, ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്. ദെൻ മൊണോപ്പൊളിയുടെ ഞാൻ പറഞ്ഞു നോക്കണം എന്നുള്ളത്, അതിൻ്റെ ഫോംസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് FDI, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസ് നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് കൺസ്യൂമർ സർപ്ലസിനെ റിലേറ്റ് ചെയ്തിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കൺസ്യൂമർ സർപ്ലസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യത്തിലോട്ട് പോകുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അത് നമുക്ക് SAയ്ക്കും പ്രതീക്ഷിക്കാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിൻ്റെ ടൈപ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ദെൻ ലാസ്റ്റ് ഒരു സജഷനും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി കൺസെപ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ എക്സെപ്ഷൻസ് ഇതൊക്കെ നോക്കാം കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, റിപ്പീറ്റായിട്ട് പലപ്പോഴും കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. 5 മാർക്കിൻ്റെ ഒരാദ്യത്തെ മാനേജറൽ എക്കണോമിക്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, നേച്ചർ, ടൂൾസ്, ഇമ്പോർട്ടൻസ്, റോൾ ഓഫ് മാനേജറൽ എക്കണോമിസ്റ്റ്, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ്, ദെൻ കോസസ് ഓഫ് ഇനീക്വാലിറ്റി അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, ബ്ലാക്ക് മണി, ഇൻഫ്ലേഷൻ, ഇതിൽ ഏതെങ്കിലും 1-2 ടോപ്പിക്ക്, റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ മാർക്കറ്റ് ഇക്കോണമി, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി അതല്ലെങ്കിൽ കേരള ഇക്കോണമി, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, WTO ഇംപ്ലിക്കേഷൻസ് ഇന്ത്യൻ ഇക്കോണമിക്ക് ഉണ്ടായിട്ടുള്ളത്, ദെൻ വൈ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്, ദെൻ മൊഡ്യൂൾ നമ്പർ 3 നിന്ന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഡിഫറൻസ്, അതല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ്, മൊണോപ്പൊളി, ഒളിഗോപ്പൊളി, അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മൊണോപ്പൊളിയുടെ ടൈപ്സ്, IPR, അതിൻ്റെ എക്സ്പ്ലനേഷൻ, ദ റോൾ ഓഫ് SSI ഇൻ ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് കേരള, ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ, FDI അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, കൺസ്യൂമർ സർപ്ലസിനെ പറ്റിയിട്ടുള്ള കാര്യം, ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിൻ്റെ ടൈപ്സ്. അപ്പോൾ പിന്നെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഏറ്റവും കൂടുതൽ വരുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ടോപ്പിക് കൂടി ഉള്ളത് ഇൻഡിഫറൻസ് കർവ്. അത് കൂടുതൽ നമ്മൾ 2 മാർക്കിൻ്റെ
പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടെ എസ്സേക്കും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അതും കൂടി നോക്കിയിരിക്കണം കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള ചോദ്യങ്ങൾ. ആദ്യത്തെ ഒരു 6 ഇതാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ചോദ്യങ്ങൾ ഇതാണ്. ദെൻ ലാസ്റ്റ് ഇതാണ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടി എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും പിന്നെ 8 മണിക്ക് ഇന്ന് ലൈവ് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ പാർട്ട്. ഇന്നലെ ഡിസ്കസ് ചെയ്തു 2 ചാപ്റ്റർ, ബാലൻസ് ചാപ്റ്റേഴ്സ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.